നമസ്കാരം. സുപ്രീം വോയിസ് ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുണ്ടത്തിക്കോട് 151 അമ്പലനട അംഗൻവാടിയിൽ 5 വയസ്സ് വരെയുള്ള കുട്ടികളുടെ സ്ക്രീനിംഗ് നടത്തി. ആഭ്യന്തര കലാപത്തെ തുടർന്ന് നേപ്പാളിൽ കുടുങ്ങിക്കിടക്കുന്നവരിൽ തൃശൂർ സ്വദേശികളും. CP രാധാകൃഷ്ണൻ ഇന്ത്യയുടെ പുതിയ ഉപരാഷ്ട്രപതി. വാർത്തകൾ വിശദമായി. മുണ്ടത്തിക്കോട് 151 അമ്പലനട അംഗൻവാടിയിൽ 5 വയസ്സ് വരെയുള്ള കുട്ടികളുടെ സ്ക്രീനിംഗ് നടത്തി. മുണ്ടത്തിക്കോട് 151 അമ്പലനട അംഗൻവാടിയിൽ 5 വയസ്സ് വരെയുള്ള കുട്ടികളുടെ സ്ക്രീനിംഗ് നടത്തി. കുട്ടികളുടെ തലയുടെ വട്ടം, കൈയിന്റെ വണ്ണം, വെയ്റ്റ്, ഹൈറ്റ്, വളർച്ച, മറ്റു അസുഖങ്ങൾ കണ്ടുപിടിച്ച് ചികിത്സ നൽകലാണ് ലക്ഷ്യം. ഡിവിഷൻ കൗൺസിലർ K. ഗോപാലകൃഷ്ണൻ യോഗം ഉദ്ഘാടനം ചെയ്തു. വികസന സമിതി അംഗം രാജു മാരാത്ത് അധ്യക്ഷത വഹിച്ചു. പുതിരുത്തി ഹോസ്പിറ്റലിലെ RBSK സിസ്റ്റർ സനിക പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. അംഗൻവാടി ടീച്ചർ സിദ്ധു സുബ്രഹ്മണ്യൻ പദ്ധതി വിശദീകരിച്ചു. ആശാ വർക്കർ ലിജി വർഗീസ് സ്വാഗതവും ഹെൽപ്പർ സുജാത നന്ദിയും പറഞ്ഞു. ആഭ്യന്തര കലാപത്തെ തുടർന്ന് നേപ്പാളിൽ കുടുങ്ങിക്കിടക്കുന്നവരിൽ തൃശൂർ സ്വദേശികളും. ആഭ്യന്തര കലാപത്തെ തുടർന്ന് നേപ്പാളിൽ കുടുങ്ങിക്കിടക്കുന്നവരിൽ 2 തൃശൂർ സ്വദേശികളും. എരുമപ്പെട്ടി സ്വദേശി ഡോക്ടർ സുജയ് സിദ്ധാർത്ഥൻ, വാടാനപ്പള്ളി സ്വദേശി അഭിലാഷ് എന്നിവരാണ് ടിബറ്റിലെ ഡാർച്ചിനിൽ കുടുങ്ങിയത്. CP രാധാകൃഷ്ണൻ ഇന്ത്യയുടെ പുതിയ ഉപരാഷ്ട്രപതി. ഇന്ത്യയുടെ പുതിയ ഉപരാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ട് NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ. നിലവിൽ മഹാരാഷ്ട്ര ഗവർണറാണ് CP രാധാകൃഷ്ണൻ. ആകെ പോൾ ചെയ്ത 767 വോട്ടുകളിൽ 452 വോട്ടുകൾ നേടിയാണ് CP രാധാകൃഷ്ണന്റെ വിജയം. 152 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് CP രാധാകൃഷ്ണൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി B. സുദർശനൻ റെഡ്ഡിക്ക് 300 വോട്ടുകൾ നേടി. 15 വോട്ടുകൾ അസാധുവായി. പ്രതിപക്ഷ മുന്നണിക്ക് ലഭിക്കേണ്ടിയിരുന്ന 14 വോട്ടുകൾ CP രാധാകൃഷ്ണന് അധികമായി ലഭിച്ചിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ ദേശീയ നിർമ്മാണത്തിനിടെ സർവീസ് റോഡ് തകർന്നു. ദേശീയപാത 66-ൽ കോതപ്പറമ്പ് സെന്ററിന് സമീപമാണ് സർവീസ് റോഡ് നെടുകെ പിളർന്നത്. ഗതാഗത തിരക്കേറിയ റോഡിന്റെ പകുതിയോളം ഭാഗം ഇടിഞ്ഞ നിലയിലാണ്. പ്രധാന റോഡ് നിർമ്മാണത്തിനായി JCB ഉപയോഗിച്ച് മണ്ണെടുത്തതിനെ തുടർന്നാണ് റോഡ് തകർന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് റോഡ് തകർന്ന നിലയിൽ കാണപ്പെടുന്നത്. KSRTC തിങ്കളാഴ്ച മാത്രം നേടിയത് 10.19 കോടി രൂപ. KSRTC തിങ്കളാഴ്ച മാത്രം നേടിയത് 10.19 കോടി രൂപ വരുമാനം. ചരിത്രത്തിലാദ്യമായാണ് ഈ റെക്കോർഡ് കളക്ഷൻ. 4607 ബസ്സുകളാണ് സർവീസ് നടത്തിയത്. 24.94 ലക്ഷം യാത്രക്കാരുണ്ടായി. സെൻട്രൽ സോണിൽ 3,44,25,951 രൂപ, സൗത്ത് സോണിൽ 4,01,07,242 രൂപ, നോർത്ത് സോണിൽ 2,73,86,691 എന്നിങ്ങനെയാണ് വരുമാനം. 2024 ഡിസംബർ 23 ശബരിമല സീസണിൽ 9.22 കോടി രൂപ വരുമാനമുണ്ടായിരുന്നു. യൂണിറ്റ് അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം സെൻട്രൽ യൂണിറ്റാണ് മുന്നിൽ. 41,02,674 രൂപ. KSRTC ജീവനക്കാരുടെ ഒരുമിച്ചുള്ള പരിശ്രമമാണ് ലക്ഷ്യം യാഥാർത്ഥ്യമാക്കിയതെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. വധശ്രമക്കേസിലെ പ്രതിക്ക് വിവിധ വകുപ്പുകളിലായി 9.5 വർഷം കഠിന തടവും 25,000 രൂപ പിഴയും. കാട്ടകമ്പൽ കരിച്ചൽ കടവ് സ്വദേശിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് 4ാം പ്രതിയായ കാട്ടകമ്പൽ പഞ്ഞാമുക്ക് ആനപ്പറമ്പ് ദേശത്തുള്ള താമരക്കാട്ടിൽ വീട്ടിൽ ശ്രീശാന്തിനെ ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതി വിവിധ വകുപ്പുകളിലായി ആകെ 9.5 വർഷം കഠിന തടവിനും 25,000 രൂപ പിഴ അടയ്ക്കാനും പിഴയടച്ചില്ലെങ്കിൽ 3 മാസം കഠിന തടവിനും ശിക്ഷിച്ചത്. ഇടവേള. തൃശൂരിലെ പ്രശസ്തമായ സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറി ഇപ്പോൾ വടക്കാഞ്ചേരിയിലും. ആരോഗ്യരംഗത്ത് 40 വർഷത്തിലേറെ പാരമ്പര്യം, 400-ൽ പരം ടെസ്റ്റുകൾ, 250ഓളം ലാബുകൾ, 1500 പേഷ്യന്റ് സർവീസ് സെന്ററുകൾ, കൃത്യതയാർന്ന രോഗനിർണയം, എല്ലാ ഡോക്ടർമാരും വിശ്വാസം അർപ്പിക്കുന്ന റിപ്പോർട്ടുകൾ. ഓട്ടുപാറയിൽ ഞങ്ങൾക്ക് മറ്റു ബ്രാഞ്ചുകളില്ല. സുധർമ്മ മെട്രോപോളിസ്, കോടതിക്ക് പിൻവശം, ഗണപതി കോംപ്ലക്സ്, ഗേൾസ് ഹൈസ്കൂൾ റോഡ്, വടക്കാഞ്ചേരി. കോൺടാക്ട് 7012712910. തിരികെ വാർത്തകളിലേക്ക്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന കേസ് മൊഴിയെടുക്കൽ തുടരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന കേസിൽ പരാതിക്കാരുടെ മൊഴിയെടുക്കൽ തുടരുന്നു. 10 പേരുടെ മൊഴിയാണ് അന്വേഷക സംഘം രേഖപ്പെടുത്തിയത്. അതിജീവിതമാരെ സ്വാധീനിച്ചും ഭീഷണിപ്പെടുത്തിയും കേസിൽ നിന്ന് രക്ഷപ്പെടാനാണ് രാഹുൽ മാങ്കൂട്ടത്തിലും അനുയായികളും ശ്രമിക്കുന്നത്. മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും വെളിപ്പെടുത്താൻ നടത്തിയ 3 അതിജീവിതകളുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തും. ക്രൈംബ്രാഞ്ച് സെൻട്രൽ യൂണിറ്റിലെ DYSP ഷാജിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. നിർബന്ധിത
ഗർഭചിത്രത്തിന് പ്രചരിപ്പിക്കുന്ന സന്ദേശം അയച്ചും ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തി സ്ത്രീകളെ സമൂഹമാധ്യമങ്ങൾ പിന്തുടർന്ന് ശല്യം ചെയ്തും മാനസിക വേദനയ്ക്കിടയാക്കുന്ന വിധം പ്രവർത്തിച്ചു തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. കേരള കത്തോലിക്ക സഭയിലെ ആദ്യ സന്യാസിനി മദർ ഏലീശ്വ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് പ്രഖ്യാപനം നവംബർ 8-ന്. കേരള കത്തോലിക്ക സഭയിലെ ആദ്യ സന്യാസിനിയും ഇന്ത്യയിലെ ആദ്യ സന്യാസിനി സഭയായ കർമ്മലീത്ത നിഷ്പാദുക 3-ാം സഭയുടെ സ്ഥാപകയുമായ മദർ ഏലീശ്വ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക്. ഇതിനായുള്ള പ്രഖ്യാപനത്തിന് ലിയോ മാർപ്പാപ്പ അനുമതി നൽകി. നവംബർ 8-ന് വൈകിട്ട് 4:30-ന് വല്ലാർപാടം ബസിലിക്കയിൽ നടക്കുന്ന ചടങ്ങിൽ മലേഷ്യയിലെ പെനാങ് രൂപതയുടെ മെത്രാൻ കർദിനാൾ ഡോക്ടർ സെബാസ്റ്റ്യൻ ഫ്രാൻസിസിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന സമൂഹ ദിവ്യബലികൾക്കിടയിൽ മദർ ഏലീശ്വയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കും. ST വിദ്യാർത്ഥികളുടെ ഫെലോഷിപ്പ് ഉടൻ നൽകണം. രാധാകൃഷ്ണൻ. പട്ടികവർഗ ഗവേഷക വിദ്യാർത്ഥികൾക്ക് കേന്ദ്ര സർക്കാർ നൽകേണ്ട ഫെലോഷിപ്പ് തുക ഉടൻ വിതരണം ചെയ്യണമെന്ന് CPM ലോക്സഭാ കക്ഷി നേതാവ് കെ. രാധാകൃഷ്ണൻ. ഫെബ്രുവരി മുതൽ മുടങ്ങിക്കിടക്കുന്ന നാഷണൽ ഫോർ ഹയർ എഡ്യൂക്കേഷൻ ഓഫ് ST സ്റ്റുഡൻസ് തുക ഉടൻ നൽകണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര പട്ടികവർഗകാര്യമന്ത്രി ജുവാൽ ഒറാമിന് കത്ത് നൽകി. വാടക, നിത്യച്ചെലവുകൾ എന്നിവ പോലും നിറവേറ്റാനാവാതെ വിദ്യാർത്ഥികൾ പ്രതിസന്ധിയിലാണ്. ചിലർ പഠനം ഉപേക്ഷിച്ചു. ഗവേഷണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുന്നത് പദ്ധതിയുടെ ലക്ഷ്യം ഇല്ലാതാക്കുന്നു. ഫെലോഷിപ്പ് കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുന്നതിനൊപ്പം ഭാവിയിൽ പ്രതിസന്ധി ഉണ്ടാകാതിരിക്കാൻ വേണ്ട നടപടികളും സ്വീകരിക്കണമെന്ന് രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു. കയ്പമംഗലം കുട്ടമംഗലത്ത് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കുട്ടമംഗലത്ത് പ്രവർത്തിക്കുന്ന ഫ്ലെക്സ് പ്രിന്റിംഗ് സ്ഥാപനത്തിലെ ജീവനക്കാരൻ പാലക്കാട് സ്വദേശി സജിത്താണ് മരിച്ചത്. ഇന്നലെ രാത്രിയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. 2 ദിവസത്തിലധികം പഴക്കമുള്ളതായി സംശയിക്കുന്നു. കയ്പമംഗലം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു വരുന്നു. പ്രതിഷേധ സദസ്സ് പ്രതിപക്ഷ നേതാവ് ബഹിഷ്കരിക്കും. കുന്നംകുളത്തെ പോലീസ് മർദ്ദനത്തെ പ്രതിഷേധിച്ച് ബുധനാഴ്ച കോൺഗ്രസ് നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ നടത്തുന്ന പ്രതിഷേധ സദസ്സിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിട്ടുനിൽക്കുമെന്ന് സൂചന. ഗ്രൂപ്പുകാരും കെ. സുധാകരൻ അനുയായികളും രൂക്ഷമായ സൈബർ ആക്രമണം നടത്തുമ്പോൾ ഒരു നേതാവും അതിനെ ചോദ്യം ചെയ്ത് രംഗത്ത് വരാത്തതിലുള്ള പ്രതിഷേധമാണ് കാരണമെന്നാണ് സതീശൻ അനുയായികൾ പറയുന്നത്. ബലാത്സംഗ കേസിൽ റാപ്പർ വേടൻ അറസ്റ്റിൽ. ബലാത്സംഗ കേസിലെ റാപ്പർ വേടൻ അറസ്റ്റിൽ. തൃക്കാക്കര പോലീസാണ് വേടനെ അറസ്റ്റ് ചെയ്തത്. തൃക്കാക്കര SPയുടെ നേതൃത്വത്തിലുള്ള ചോദ്യം ചെയ്യലിന് പിന്നാലെയാണ് അറസ്റ്റ്. വേടനെതിരെ ഡിജിറ്റൽ തെളിവുകളടക്കം ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. മുൻകൂർ ജാമ്യമുള്ളതിനാൽ വൈദ്യപരിശോധനയ്ക്ക് ശേഷം വേടനെ വിട്ടയക്കും. വിവാഹ വാഗ്ദാനം നൽകി 5 തവണ പീഡിപ്പിച്ചുവെന്നായിരുന്നു വേടനെതിരായ യുവ ഡോക്ടറുടെ പരാതി. മകന്റെ മർദ്ദനമേറ്റ് പിതാവ് മരിച്ചു. കൊരട്ടി ആറ്റപ്പാടത്ത് മദ്യപിച്ചുണ്ടായ വഴക്കിനെ തുടർന്ന് മകന്റെ മർദ്ദനമേറ്റ് പിതാവ് മരിച്ചു. ആറ്റപ്പാടം കരിയാട്ടിൽ വീട്ടിൽ ജോയാണ് മരിച്ചത്. മകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. മുണ്ടത്തിക്കോട് 151-ാം അമ്പലനട അംഗൻവാടിയിൽ 5 വയസ്സ് വരെയുള്ള കുട്ടികളുടെ സ്ക്രീനിംഗ് നടത്തി. ആഭ്യന്തര കലാപത്തെ തുടർന്ന് നേപ്പാളിൽ കുടുങ്ങിക്കിടക്കുന്നവരിൽ തൃശൂർ സ്വദേശികളും. CP രാധാകൃഷ്ണൻ ഇന്ത്യയുടെ പുതിയ ഉപരാഷ്ട്രപതി. ഇതോടുകൂടി വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.